അസ്സലാമലൈക്കും. സ്റ്റിച്ചിങ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ലെഹങ്കയുടെ ഉടുപ്പ് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തണം. നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. ഈ ഉടുപ്പിൻ്റെ അളവെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ചെസ്റ്റ് വണ്ണം എത്രയുണ്ടെന്ന് നോക്കണം. ചെസ്റ്റ് വണ്ണം 12 ഇഞ്ചാണ്. ഒരു തുണിയെടുത്ത് 4ആയി മടക്കിയാണ് നമ്മൾ തുണിയിൽ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം 6 ഇഞ്ച് ഉണ്ടാവും. ആ 12ൻ്റെ പകുതി. ഒരു തുണിയെടുത്ത് ആദ്യം ഇങ്ങനെ 2ആയി മടക്കണം. വീണ്ടും ഒരു മടക്ക് കൂടി മടക്കി ഇതിങ്ങനെ 4ആക്കണം. എന്നിട്ട് 6 ഇഞ്ച് എടുക്കണം. അതിൻ്റെ കൂടി 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി 8 ഇഞ്ച് എടുക്കണം. എന്നിട്ട് ഈ ഉടുപ്പിൻ്റെ ലെങ്ത് എത്രയാണെന്ന് നോക്കാം. ഇതിൻ്റെ ലെങ്ത് 14 ഇഞ്ചാണ്. അപ്പോൾ 14 ഇഞ്ചിനോട് കൂടി 1 ഇഞ്ച് കൂട്ടി 15 എടുക്കണം. ഈ 15 രണ്ട് സൈഡിലും ഇങ്ങനെ വരയ്ക്കണം. എന്നിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കണം. വീണ്ടും ഇതിൻ്റെ കഴുത്തകലം എത്രയാണെന്ന് നോക്കണം. കഴുത്തകലം ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ 2 ഇഞ്ചാണ് കഴുത്തകലം. ഈ തുണിക്ക് ഒരു അടഞ്ഞ പോർഷനും ഉണ്ടാകും, ഒരു തുറന്ന പോർഷനും ഉണ്ടാകും. ഈ അടഞ്ഞ പോർഷനിലാണ് ആദ്യം ഈ കഴുത്തകലം എടുക്കേണ്ടത്. അപ്പോൾ കഴുത്തകലം 2 ഇഞ്ച് എടുക്കണം. വീണ്ടും ഇതിൻ്റെ ഷോൾഡർ എത്രയാണെന്ന് നോക്കണം. ഷോൾഡർ 2 ഇഞ്ചാണുള്ളത്. അതിനോട് കൂടി 1 ഇഞ്ച് കൂട്ടി 3 ഇഞ്ച് എടുക്കണം. കഴുത്തകലം വരച്ചതിന് ശേഷം ഇങ്ങോട്ടാണ് 3 ഇഞ്ച് ഷോൾഡർ എടുക്കേണ്ടത്. വീണ്ടും ഇതിൻ്റെ കഴുത്തിറക്കം എത്രയാണെന്ന് നോക്കണം. ഇവിടുന്ന് ഇങ്ങനെ താഴോട്ട് നോക്കുമ്പോൾ ഇതിനോട് സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നത് 3.5 ആണ് ഫ്രണ്ട് കഴുത്തിറക്കം. ഈ അടഞ്ഞ സൈഡിൽ തന്നെ 3.5 എടുക്കണം. ഈ ഉടുപ്പിൻ്റെ ബാക്ക് കഴുത്തിറക്കം കുറച്ച് വലിപ്പം കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് 2 ഇഞ്ച് മതിയാകും. അതും ഈ സൈഡിൽ തന്നെ 2 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തണം. ഇനി ഈ ഉടുപ്പിൻ്റെ കൈക്കുഴി എത്രയാണെന്ന് നോക്കണം. ഈ ഷോൾഡറിൻ്റെ ഈ സൈഡിൽ നിന്ന് താഴോട്ട് 5 ഇഞ്ച് കൈക്കുഴിയുണ്ട്. അപ്പോൾ ഈ തുറന്ന വശത്ത് താഴോട്ട് 5 ഇഞ്ച് കൈക്കുഴി എടുക്കണം. എന്നിട്ട് ഇങ്ങനെ ഒരു യുവിൻ്റെ പകുതി വരയ്ക്കണം. ചിലർ പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ സ്ക്വയർ വരച്ച ശേഷമാണ് അതിനുള്ളിൽ റൗണ്ട് ചെയ്ത് പഠിപ്പിക്കുന്നത്. പക്ഷേ ഞാൻ എൻ്റെ സ്റ്റുഡൻസിന് ഇങ്ങനെ ഫസ്റ്റ് മുതൽ യു വരച്ച് പഠിപ്പിക്കുകയാണ് ചെയ്യാറ്. യുവിൻ്റെ പകുതി ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഒരുപാട് വരകളൊന്നും നമ്മുടെ തുണിയിൽ ഉണ്ടാകില്ല. അപ്പോൾ നിങ്ങൾ ഒരു പേപ്പർ എടുത്ത് അതിനെ 4ആയി മടക്കി സ്കെയിൽ കൊണ്ട് അളന്ന് ഇങ്ങനെ വെട്ടി പഠിച്ച ശേഷം തുണിയിൽ വെട്ടുകയാണെങ്കിൽ നിങ്ങളുടെ തുണി വേസ്റ്റ് ആകാതെ പഠിക്കാൻ പറ്റും. ഇതിൻ്റെ നടുവിലായി 1 ഇഞ്ച് വരച്ച ശേഷം ഇങ്ങനെ ഷേപ്പ് വരയ്ക്കണം. ഇനി ഇതെങ്ങനെയാണ് വെട്ടുന്നതെന്ന് നോക്കാം. ആദ്യം ഇതിൻ്റെ ബാക്ക് കഴുത്താണ് വെട്ടേണ്ടത്. എന്നിട്ട് ഈ ഷോൾഡറിൻ്റെ അവിടെ ചെറുതായി ഒന്ന് ചരിച്ച് ഇങ്ങനെ കൈക്കുഴി വെട്ടിയെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ബാക്ക് പോർഷൻ എടുത്ത് മാറ്റി വെച്ച ശേഷം ഇതിൻ്റെ ഫ്രണ്ട് കഴുത്ത് വെട്ടണം. നമ്മൾ ഉടുപ്പ് വെട്ടിക്കഴിഞ്ഞു. ഇനി കൈ വെട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഉടുപ്പിന് മടക്കിയതുപോലെ തന്നെ ഒരു തുണിയെടുത്ത് ആദ്യം ഇങ്ങനെ 2ആയി മടക്കണം. വീണ്ടും ഒരു മടക്ക് കൂടി മടക്കി 7 ഇഞ്ച് എടുക്കണം. ഇറക്കം 5 ഇഞ്ച്. ഇതൊരു 4 വയസ്സായ കുട്ടിയുടെ അളവാണ്. അതിന് ഹാഫ് കൈ തയ്ക്കാൻ വേണ്ടിയിട്ടാണ് 5 ഇഞ്ച് എടുക്കേണ്ടത്. ഈ സൈഡിലും അതുപോലെ 5 ഇഞ്ച് എടുക്കണം. എന്നിട്ട് ഇതിങ്ങനെ സ്ട്രെയിറ്റ് വരയ്ക്കാം.
ഇനി ഈ മുകൾ ഭാഗത്തുനിന്ന് താഴോട്ട് തുറന്ന വശത്ത് 3 ഇഞ്ച് എടുക്കണം കൈക്കുഴി. ഈ തുറന്ന വശവും അടഞ്ഞ വശവും മാറിപ്പോകരുത്. അടഞ്ഞ വശത്താണ് ഈ കൈക്കുഴി എടുക്കുന്നതെങ്കിൽ ഈ തുണി 4 പീസായി പോകും. അപ്പോൾ തുറന്ന വശത്ത് തന്നെ മുകളിൽ നിന്ന് താഴോട്ട് 3 ഇഞ്ച് കൈക്കുഴി എടുക്കണം. എന്നിട്ടിങ്ങനെ റൗണ്ട് ചെയ്ത് വരയ്ക്കണം. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2 ഇഞ്ച് ഷേപ്പ് എടുക്കണം. എന്നിട്ടിതിങ്ങനെ സ്ട്രെയിറ്റ് വരയ്ക്കാം. ഇങ്ങനെയാണ് കൈ വരയ്ക്കേണ്ടത്. ഇതും നിങ്ങൾ ഒരു ന്യൂസ് പേപ്പർ എടുത്ത് 4ആയി മടക്കി സ്കെയിൽ അളവിന് വരയ്ക്കുകയാണെങ്കിൽ നന്നായി വരച്ച് പഠിച്ചതിന് ശേഷം ഇതിൽ വെട്ടാം. എന്നിട്ടിത് കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതുപോലൊരു കഷ്ണം തുണിയെടുത്ത് ഇങ്ങനെ 2ആയി മടക്കിയ ശേഷം ഈ കഴുത്തെടുത്ത് ഇതിൻ്റെ പുറത്തിങ്ങനെ വെച്ച് ഇതിനൊരു ഷേപ്പ് വെട്ടിയെടുക്കണം. ഈ കഴുത്തിൻ്റെ അതേ അളവിൽ തന്നെ വെട്ടിയ ശേഷം ഈ കഴുത്തെടുത്ത് മാറ്റാം. എന്നിട്ട് ഇങ്ങനെ 1 ഇഞ്ച് വീതിയിൽ ഒരു ഷേപ്പ് വെട്ടിയെടുക്കണം. ഇതുപോലെ തന്നെ ബാക്കിനും വെട്ടണം. ഇനി നമുക്ക് ഈ ഉടുപ്പ് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഉടുപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ എടുത്ത് ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ വെച്ച ശേഷം ഈ ഷേപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇതിനോടിങ്ങനെ ചേർത്ത് വെക്കണം. എന്നിട്ട് ഇതിൻ്റെ ബാക്ക് പോർഷനിലൂടെ 1/2 ഇഞ്ച് വീതിക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ഇനി ഈ തയ്ച്ച ഭാഗം ഇങ്ങനെ ചെറുതായി ഈ തയ്യലിൻ്റെ എൻഡ് വരെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിങ്ങനെ പുറകിലോട്ട് മറിച്ച ശേഷം ഇങ്ങനെ പതിച്ച് തയ്ക്കണം. സൈഡിലൂടെ തയ്ക്കണം. മറിച്ച ശേഷം ഇതിൻ്റെ ബാക്ക് പോർഷനിൽ ഈ ഷേപ്പിൻ്റെ ഈ ഭാഗം ഇങ്ങനെ മടക്കി റൗണ്ട് ചെയ്ത് തയ്ക്കണം. കണ്ടില്ലേ? ഇതുപോലെ തന്നെ ബാക്ക് പോർഷനും തയ്ക്കണം. ഇപ്പോൾ ബാക്ക് കഴുത്ത് തയ്ച്ച് കഴിഞ്ഞു. ഇനി ഫ്രണ്ട് ബോഡി എടുത്ത് ഷോൾഡർ 2ആയി മടക്കി പുറകിലോട്ട് സ്ട്രെയിറ്റ് ചെയ്ത് മടക്കണം. മുകളിൽ നിന്ന് താഴോട്ട് 6 ഇഞ്ച് അടയാളപ്പെടുത്തണം. വീണ്ടും അവിടെ നിന്ന് താഴോട്ട് 6 ഇഞ്ച് അടയാളപ്പെടുത്തണം. ഇത് നമുക്ക് ഡോട്ട് തയ്ക്കുവാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് വരച്ച് നടുഭാഗം എത്തുമ്പോൾ കുറച്ച് വണ്ണം കൂട്ടി വീണ്ടും താഴോട്ട് ഇങ്ങനെ ചേർത്ത് വരയ്ക്കണം.
ഉടുപ്പിൻ്റെ ലെങ്ത് കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ നീളവും കൂട്ടണം. ഇനി ഇങ്ങനെ തയ്ക്കാം. ഇതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും തയ്ക്കണം. ഷോൾഡർ രണ്ടായി മടക്കി പുറകു വശത്ത് 6 ഇഞ്ച് എടുത്ത് താഴോട്ട് 6 ഇഞ്ച് എടുത്ത് വീണ്ടും തയ്ക്കണം. ഇതുപോലെ ബാക്ക് ബോഡിയിലും ഡോട്ട് തയ്ക്കണം. ഇപ്പോൾ ബാക്ക് ബോഡിയിൽ ഡോട്ട് വെച്ച് കഴിഞ്ഞു. ഇനി ബാക്ക് ബോഡിയുടെ നല്ല വശവും ഫ്രണ്ട് ബോഡിയുടെ നല്ല വശവും ഇങ്ങനെ ചേർത്ത് വെച്ച് ഇതിൻ്റെ ബാക്ക് വശത്ത് കൂടി ഈ ഷോൾഡർ 1/2 ഇഞ്ച് വീതിക്ക് ഇങ്ങനെ തയ്ക്കണം. തുടങ്ങുമ്പോൾ ഇങ്ങനെ ലോക്കിടാൻ മറക്കരുത്. കഴിയുമ്പോഴും ലോക്കിടണം. നിങ്ങൾ ഉപയോഗിക്കുന്ന ഡ്രസ്സാകുമ്പോൾ 2 തയ്യൽ തയ്ക്കണം. ഇതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും 1/2 ഇഞ്ച് വീതിക്ക് ഇങ്ങനെ തയ്ക്കണം. ഇങ്ങനെ തയ്ച്ച ശേഷം ഇതിങ്ങനെ നിവർത്തിയെടുക്കാം. ഇനി കൈയെടുത്ത് കൈയിൻ്റെ നടുഭാഗം അറിയുവാനായി ഒരു ചെറിയ ഡോട്ട് ഇങ്ങനെ ഇടാം. ഇത് പട്ടിൻ്റെ തുണിയല്ല എങ്കിൽ ഇങ്ങനെ 1/2 ഇഞ്ച് വീതിക്ക് ഇങ്ങനെ മടക്കി വീണ്ടും ഒരു മടക്ക് കൂടി മടക്കി ഇങ്ങനെ സൈഡ് തയ്ച്ച ശേഷം മാത്രമേ കൈ ഇതിൽ വയ്ക്കാവൂ. ഇനി ബോഡിയുടെ ഫ്രണ്ട് പോർഷനും കൈയുടെ ഫ്രണ്ട് പോർഷനും ഇങ്ങനെ ചേർത്ത് വെച്ച് പുറകു വശത്തു കൂടിയാണ് ഇത് തയ്ക്കേണ്ടത്. ഇവിടെ നിന്ന് 1/2 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ തയ്ക്കണം. കൈ ഇതിൽ വെച്ച് പിടിപ്പിക്കണം. ഇങ്ങനെ തയ്ച്ച ശേഷം നിവർത്തുമ്പോൾ ഇങ്ങനെയായിരിക്കും. ഇതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ബോഡിയുടെ നല്ല വശവും കൈയിൻ്റെ നല്ല വശവും ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് പുറകു വശത്ത് കൂടി 1/2 ഇഞ്ച് വീതിക്ക് ഇങ്ങനെ ഷോൾഡർ മുതലാണ് തുടങ്ങേണ്ടത്. ഈ എൻഡ് മുതലല്ല, ഷോൾഡർ മുതൽ തുടങ്ങാം. ഇങ്ങനെ കൈ വെച്ച ശേഷം ബോഡി ഇങ്ങനെ 2ആയി മടക്കി വെച്ച് ഈ സൈഡിലൂടെ 2 ഇഞ്ച് വീതിക്ക് ഇങ്ങനെ ഷേപ്പ് വരയ്ക്കണം. വരച്ച് ഇവിടെ ഒരു 2 ഇഞ്ച് മുകളിലായി ഇതിങ്ങനെ നിർത്തണം. എന്നിട്ട് ഈ സൈഡിലൂടെ തയ്ക്കാം. ഇങ്ങനെ ലോക്കിട്ട് നിർത്തിയ ശേഷം ഇങ്ങനെ മാറ്റാം. ഇതുപോലെ തന്നെ ഇതുപോലെ ഈ സൈഡും 2 ഇഞ്ച് വീതി ഇങ്ങനെ തയ്ച്ച് ഇവിടെ നിർത്താം.
ഈ 2 ഇഞ്ച് ഇവിടെ ബാലൻസ് ഇട്ടത് ഓപ്പൺ തയ്ക്കുവാനായിട്ടാണ്. ഇതിങ്ങനെ പുറകു വശത്തോട്ട് ഇങ്ങനെ മടക്കിയ ശേഷം ഇവിടെ നിന്ന് 1/2 ഇഞ്ച് ഇങ്ങനെ മടക്കി മുകളിലോട്ട് ഇങ്ങനെ തയ്ക്കണം. തയ്ച്ച് ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ സൂചി കുത്തി നിർത്തിയ ശേഷം ഇങ്ങനെ തിരിച്ച് വീണ്ടും ഈ സൈഡ് 1/2 ഇഞ്ച് വീതിക്ക് ഇങ്ങനെ മടക്കണം. വീണ്ടും ഇങ്ങനെ തയ്ച്ച് ഇവിടെ വന്ന് സൂചി കുത്തി നിർത്തിയ ശേഷം താഴോട്ടും തയ്ക്കണം. ഇങ്ങനെ തന്നെ ഈ സൈഡും തയ്ക്കാം. ഈ 2 സൈഡും ഓപ്പൺ തയ്ച്ചു. ഇപ്പോൾ നമ്മുടെ ലെഹങ്കയുടെ ഉടുപ്പ് ആയിക്കഴിഞ്ഞു. അടുത്ത വീഡിയോയിൽ ഈ ഉടുപ്പിൽ തന്നെ ബാക്ക് ഓപ്പണുള്ള പട്ടുപാവാടയുടെ ഉടുപ്പ് എങ്ങനെ തയ്ക്കാമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം. ഇതുവരെയും എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും.